അമേരിക്കൻ ബ്രിട്ടീഷ് എഴുത്തുകാരനായ ബിൽ ബ്രൈസൺ 2003 പബ്ലിഷ് ചെയ്ത ഒരു സയൻസ് പുസ്തകമാണ് എ ഷോർട്ട് ഹിസ്റ്ററി ഓഫ് നിയർലി എവരിതിങ്. പുസ്തകം ഇറങ്ങിയ സമയത്തും എന്തിന് ഇപ്പോൾ പോലും ലക്ഷക്കണക്കിന് വായനക്കാരാണ് ഈ ഒരു പുസ്തകത്തിനുള്ളത്. എ ഷോർട്ട് ഹിസ്റ്ററി ഓഫ് നിയർലി എവരിതിങ് എന്ന് പറയുന്ന ഈ ഒരു പുസ്തകം 2005 ബ്രിട്ടനിൽ മാത്രം 3 ലക്ഷത്തിലേറെ കോപ്പികളാണ് വിറ്റഴിഞ്ഞത്. വിൽപ്പനയിൽ ചരിത്രം കുറിച്ച ഈ ഒരു പുസ്തകം 2008 DC ബുക്സ് പ്രപഞ്ച മഹാകഥ എന്ന പേരിൽ മലയാളത്തിലേക്കും പ്രസിദ്ധീകരിക്കുകയുണ്ടായി. പൊതുവെ നമുക്ക് എല്ലാവർക്കും വിരസതയാർന്ന ഒരു വിഷയമാണ് സയൻസ് എന്നുള്ളത്, അല്ലേ? നമ്മളെല്ലാം ഒരു ഉറക്കത്തിലേക്ക് തള്ളിവിടാൻ സയൻസ് എന്ന വാക്ക് തന്നെ ധാരാളം. എന്നിട്ടും എങ്ങനെയാണ് 500-ലധികം പേജുകളുള്ള ഒരു സയൻസ് പുസ്തകത്തിന് ലോകത്തിന്റെ വിവിധ കോണുകളിലായി ലക്ഷക്കണക്കിന് വായനക്കാരെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചത്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം തന്നെയാണ് മറ്റ് വിരസതയാർന്ന സയൻസ് പുസ്തകങ്ങളിൽ നിന്നും ബ്രൈസന്റെ ഈ ഒരു പുസ്തകത്തെ വ്യത്യസ്തമാക്കി നിലനിർത്തുന്നത്. സയൻസ് ആണ് പുസ്തകം കൈകാര്യം ചെയ്യുന്നതെങ്കിലും കടുകട്ടിയായിട്ടുള്ള വാക്കുകളോ ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്ന വരികളോ അങ്ങനെ ഒന്നും തന്നെ ഈ ഒരു പുസ്തകത്തിലില്ല. മഹാവിസ്ഫോടനം മുതൽ ആധുനിക മനുഷ്യന്റെ ഉദയം വരെയുള്ള കാര്യങ്ങൾ ഒരു കഥ പറയും പോലെയാണ് ബ്രൈസൺ ഈ ഒരു പുസ്തകത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. മഹാവിസ്ഫോടനം മുതൽ നമ്മിലേക്കുള്ള പ്രപഞ്ചത്തിന്റെ വികാസവും വളർച്ചയും നേരിൽ കാണുന്ന ഒരു പ്രതീതിയാണ് എ ഷോർട്ട് ഹിസ്റ്ററി ഓഫ് നിയർലി എവരിതിങ് എന്ന ഈ പുസ്തകം വായനക്കാർക്ക് സമ്മാനിക്കുന്നത്. സൗരയൂഥവും പ്രപഞ്ചവും ഭൂമിയും ആറ്റങ്ങളും സബ് അറ്റോമിക് പാർട്ടിക്കിൾസും മനുഷ്യരാശിയെ തന്നെ മാറ്റിമറിച്ച കണ്ടുപിടുത്തങ്ങളും ആ ഒരു കണ്ടുപിടുത്തത്തിന് പുറകിലുള്ള സംഭവ വികാസങ്ങളും വിവിധ ജീവിവർഗങ്ങളും ഹോമോസാപ്പിയൻസും അന്തരീക്ഷവും ജീവനും ജീവജലവും അഗ്നിപർവ്വതങ്ങളും ഭൂമി ഉൽക്കങ്ങളും ഡാർവിന്റെ പരിണാമ സിദ്ധാന്തവും തുടങ്ങി സയൻസിന്റെ ഏതാണ്ട് എല്ലാവിധ മേഖലകളിലൂടെയും യാത്ര ചെയ്യുന്ന പുസ്തകം നമ്മുടെ പ്രപഞ്ചത്തിന്റെ ഒരു ചരിത്രം തന്നെയാണ് നമുക്ക് മുന്നിൽ അനാവരണം ചെയ്യുന്നത്. പ്രപഞ്ചത്തിന്റെ എന്ന് വെച്ചാൽ നമ്മുടെ തന്നെ ചരിത്രം. ഒരു കാലത്ത് ഒരു സ്ഥലത്തു നിന്നും യാത്ര തിരിച്ച ഒരു കൂട്ടം മനുഷ്യരാണ് ഇന്ന് ഇന്ത്യക്കാരനായും പാകിസ്ഥാനിയായും വെളുത്തവനായും കറുത്തവനായും മദ്രാസിയായും മലയാളിയായും ഒക്കെ കിടക്കുന്നതെന്ന് മനസ്സിലാക്കാതെ, നമ്മുടെയൊന്നും യഥാർത്ഥ ചരിത്രം എന്തെന്ന് അറിയാൻ ശ്രമിക്കാതെ, നിറത്തിന്റെയും ലിംഗത്തിന്റെയും ജാതിയുടെയും മതത്തിന്റെയും പേരിൽ പരസ്പരം കടിച്ചു കീറാൻ വെമ്പി നിൽക്കുന്ന, അശാസ്ത്രീയതയിലും അന്ധവിശ്വാസങ്ങളിലും കുളിച്ചു നിൽക്കുന്ന നമ്മുടേതുപോലൊരു ജനത തീർച്ചയായും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് എ ഷോർട്ട് ഹിസ്റ്ററി ഓഫ് നിയർലി എവരിതിങ്. നിങ്ങളും നിങ്ങൾക്ക് ചുറ്റുമുള്ളതും എങ്ങനെയുണ്ടായി എന്നും എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നതെന്നും എങ്ങനെയാണ് നിങ്ങൾക്ക് മുമ്പിലുണ്ടായിരുന്ന വിവിധ സ്പീഷീസുകൾ ഇവിടെ നിന്നും തുടച്ചു നീക്കപ്പെട്ടിട്ടുള്ളതെന്നും എവിടെയാണ് നിങ്ങളിപ്പോൾ ജീവിക്കുന്നതെന്നും എന്താണ് ജീവനെന്നും തുടങ്ങിയ കാര്യങ്ങൾ ഈ പുസ്തകം നിങ്ങൾക്ക് പറഞ്ഞു തരും. അതുപോലെ ജീവിതത്തിന്റെ ലക്ഷ്യമെന്ത് തുടങ്ങിയിട്ടുള്ള മതസാഹിത്യത്തിലെ സ്ഥിരം ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളും ഇത്തരത്തിലുള്ള ചോദ്യങ്ങളുടെ പൊള്ളത്തരങ്ങളും ഈ ഒരു പുസ്തകം നിങ്ങൾക്ക് പറഞ്ഞു തരും. എല്ലാ പ്രപഞ്ച വസ്തുക്കളുടെയും ഒരു ചെറു ചരിത്രമാണ് ബ്രൈസന്റെ പ്രപഞ്ച മഹാകഥ. അതുകൊണ്ട് തന്നെ കൗതുകത്തോടുകൂടി അല്ലാതെ ഈ ഒരു പ്രപഞ്ച മഹാകഥയ്ക്ക് ഉള്ളിലേക്ക് കടക്കുവാനോ തിരിച്ചിറങ്ങുവാനോ സാധ്യമല്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ എല്ലാ തരത്തിലുള്ള ആളുകൾക്കും വായിക്കാൻ പറ്റുന്ന സയൻസ് ആണെന്ന് പറഞ്ഞ് മാറ്റിവെക്കേണ്ട പുസ്തകമല്ല ബിൽ ബ്രൈസന്റേത്. നമുക്ക് എല്ലാവർക്കും വായിച്ചിരിക്കാൻ പറ്റുന്ന, മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലാണ് അതിലെ ഭാഷയൊക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ മുഴുവൻ ആളുകളും വായിച്ചിരിക്കേണ്ട അത്യാവശ്യമായിട്ടൊരു പുസ്തകമാണ് എ ഷോർട്ട് ഹിസ്റ്ററി ഓഫ് നിയർലി എവരിതിങ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു പുസ്തകമായിട്ട് പിന്നീട് കാണാം. ബൈ.